ഡൽഹി നഗരത്തിനു നടുവിലെ ചില നാട്ടിൻപുറ കാഴ്ചകളിലേക്കാണ് ഡൽഹി ഡയറി ഇന്ന് കൊണ്ടുപോകുന്നത്. നാഷണൽ ക്രാഫ്റ്റ്സ് മ്യൂസിയം ആൻഡ് ഹസ്തകല അക്കാദമി. ശാസ്താവ് തൻ്റെ 2 ഭാര്യമാരോടും ഗണങ്ങളോടുമൊപ്പം ഇരിക്കുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ അയ്യനാർ ദേവസ്ഥാനത്താണ് ഇതുള്ളത്. ടെറാക്കോട്ട അഥവാ കളിമണ്ണ് കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പ്രാവുകൾക്ക് വന്നിരിക്കാനുള്ള സ്ഥലമാണിത്. ഛത്തീസ്ഗഡിലെ ആദിവാസി കലാകാരന്മാർ ഉണ്ടാക്കിയതാണ് ഈ ഗേറ്റ്. കാളകളെ ഉപയോഗിച്ചുള്ള ഒരു പഴയകാല മരച്ചക്കിന്റെ മാതൃകയാണ് ഈ കാണുന്നത്. ജമ്മു കാശ്മീരിലെ പണ്ടത്തെ ഒരു കുടിലിന്റെ മാതൃകയാണിത്. ഛത്തീസ്ഗഡിലെ രാജ്വാർ കർഷകരുടെ കുടിലാണിത്. വളരെ വ്യത്യസ്തമായ ഹിമാചൽ പ്രദേശിലെ ഒരു മരവീടിന്റെ മാതൃകയാണിത്. ഇതിന്റെ മുകൾ വശത്ത് സ്ലേറ്റ് കല്ലുകളാണ് റൂഫായി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മുറ്റത്തിന് ചുറ്റുമായുള്ള മധ്യപ്രദേശിലെ ഗോണ്ട് ആദിവാസികളുടെ കുടിലാണിത്. ഇത് വെസ്റ്റ് ബംഗാൾ മാതൃക. നാഗാലാൻഡിലെ കോന്യാക് വംശജരുടെ മൊറൂങ്കാണിത്. ഗ്രാമത്തിലെ അവിവാഹിതരായ ചെറുപ്പക്കാർ തങ്ങളുടെ പാരമ്പര്യ രീതികളും കൈത്തൊഴിലുകളും അറിവുകളും നേടാൻ ഈ മൊറൂങ്കിൽ വന്ന് താമസിക്കുന്നു. എക്സ്പീരിയൻസ്ഡ് ആയ മുതിർന്നവർ ഇവിടെ വന്ന് തങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആയുധവിദ്യകളും യുദ്ധരീതികളും മറ്റും പഠിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ്. മൂന്ന് വശവും ചുമരുകളോട് കൂടിയ ഒഡീസയിലെ ഒരു മുറ്റമാണ് ഈ കാണുന്നത്. ഇഷ്ടികകൾ കൊണ്ട് വൃത്താകൃതിയിൽ നിർമ്മിച്ച ഗുജറാത്തിലെ ബന്നി വംശജരുടെ കുടിലാണിത്. മരുഭൂമിയിൽ നിന്നുള്ള ചൂടുകാറ്റിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്മൃതിസ്തംഭമാണ് ഇത്. കല്ലുകളിൽ പണ്ടത്തെ ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊത്തിവെച്ചാണ് വീടുകളിൽ അലങ്കരിച്ചിരിക്കുന്നത്. ഒരു രാജസ്ഥാൻ മുറ്റം. ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. ഗുജറാത്തിലെ ഭർവാഡ കമ്മ്യൂണിറ്റി വിവാഹ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സ്തംഭമാണിത്. ഒറീസയിലെ ഗഡബ ഹട്ടാണ് അടുത്തത്. തുറന്ന വരാന്തയും കൊത്തുപണികളോടുകൂടിയ വാതിലുകളും തൂണുകളും മറ്റും ഇതിൽ കാണാം. ഇവിടങ്ങളിൽ ചുമരുകളിൽ ചായം തേക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ സൗരാഷ്ട്ര ഭാഗത്തുള്ള മെഹർ സമുദായത്തിന്റെ കുടിലാണ് ഈ കാണുന്നത്. മഴ കൂടുതലുള്ള ആസാമിലെ രാഭ കമ്മ്യൂണിറ്റിയുടെ കുടിലാണിത്. എരുമകളെ വളർത്തുന്ന തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിലെ തോട കമ്മ്യൂണിറ്റിയുടെ കുടിൽ. ആൻഡമാൻ നിക്കോബാറിലെ ഒരു കുടിലാണിത്. മുകളിൽ കോണികൾ കയറിയുള്ള ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത്. ഇതൊരു സ്റ്റോളാണ്. ഇവിടേക്ക് നമ്മൾ പിന്നീട് എത്തും. കേരളത്തിൽ നിന്നുള്ള വലിയൊരു പായസ ഉരുളിയാണ് ഇത്. നമ്മൾ കേൾക്കുന്ന സംഗീതം ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ കുറച്ച് കലാകാരന്മാർ ഇരുന്ന് സംഗീതം ആലപിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നുള്ള ശില്പികൾക്കും ചിത്രകാരന്മാർക്കും നെയ്ത്തുകാർക്കുമെല്ലാം ഇവിടെ വന്ന് 15 ദിവസം മുതൽ 1 മാസം വരെ സൗജന്യമായി തങ്ങളുടെ കരവിരുതുകൾ പ്രദർശിപ്പിക്കുവാനും
വിൽപ്പന നടത്തുവാനുമുള്ള അവസരമുണ്ട് ഇവിടെ. കൂടാതെ ഹസ്തകല പഠിക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള ശില്പശാലകളും ഉണ്ടാകാറുണ്ട്. പല ഗ്രാമങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള കാളവണ്ടികൾ പല നാട്ടിൻപുറങ്ങളിൽ നിന്നും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു രാജകീയ ആട്ടുകല്ല്. രാജസ്ഥാനിലെ ജിപ്സികളുടെ കാളവണ്ടി. രാജസ്ഥാനിലെ കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരുന്ന ശെഖാവതി മ്യൂറൽ പെയിന്റിങ്ങുകളാണ് ഈ കാണുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരും നെയ്ത്തുകാരും ഇവിടെയുണ്ട്. ഇവർ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ആഭരണ നിർമ്മാതാക്കളാണ് ഇവർ. സന്ദർശകരുടെ ഇടയിൽ നിന്നുള്ള ഈ കുട്ടി ഒരു കളിമൺ പാത്രം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാനിരിക്കുകയാണ് ഇവിടെ. രാജസ്ഥാനിലെ ഒരു സമ്പന്ന ഗൃഹത്തിന്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന തരത്തിലാണ് ഇവിടെ ഗ്രാമാന്തരീക്ഷങ്ങൾ പുനർനിർമ്മാണം ചെയ്തു വച്ചിരിക്കുന്നത്. ഇതാണ് മ്യൂസിയം. അതിനകത്തേക്ക് കയറുകയാണ്. പല ഗോത്രവർഗക്കാരുടെയും ശില്പനിർമ്മാണ രീതിയാണ് ഇതിനുള്ളിൽ കാണിച്ചിരിക്കുന്നത്. പല വിചിത്ര രൂപങ്ങളും ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെ തലയോടുകൂടിയ മനുഷ്യരുടെയും ഒക്കെ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ഗോത്രവൈവിധ്യം ഇവിടെ പല മുറികളിലായുണ്ട്. എല്ലാം ഇപ്പോൾ കാണിക്കുന്നില്ല. ഷൂട്ടിങ്ങിന് പരിമിതികളുണ്ട്. അതിനാലാണ് അത് സാധിക്കാത്തത്. ഇത് പണ്ടത്തെ ഒരു ഒറിജിനൽ രഥം തന്നെയാണ്. മരം കൊണ്ടുള്ള വർക്കാണ് ഇതിലൊക്കെ. ഇതൊരു സുവനീർ ഷോപ്പാണ്. ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം. ഒരു റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പുറംമതിലിൽ റോഡിനരികിലായി കലാകാരന്മാർ സൃഷ്ടിച്ച പല ചിത്രപ്പണികളാണ്. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യയുടെ ആത്മാവ് അതിൻ്റെ ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ ആ ഗ്രാമങ്ങളിൽ നിന്നും തങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നും അന്യരായിക്കൊണ്ടിരിക്കുകയാണ്. ആ പഴയകാല കാഴ്ചകളെ ഒന്ന് കാണാനും എല്ലാവരെയും കാണിക്കുവാനും വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.